Hi, I'm Sally. Welcome to Nano Gardens, Sally's World. ഇന്ന് ഞാനിവിടെ പറയുന്നത് ഇത് കണ്ടില്ലേ, ഈ പല വർണ്ണത്തിലുള്ള പൂക്കൾ തരുന്ന സീനിയ ചെടിയെക്കുറിച്ചാണ്. സീനിയകൾ എന്ന് പറയുമ്പോൾ അവർ സീസണൽ ചെടിയാണ്. ഒരു 6 മാസത്തേക്ക് വീട്ടിൽ നിറച്ച് പൂക്കൾ വേണമെങ്കിൽ സീനിയകൾ നട്ടാൽ മതി. വളരെ എളുപ്പത്തിൽ തൈച്ചെടികളെ ഉണ്ടാക്കാം, വേഗം വളരും, പല കളറിലുള്ള പൂക്കൾ കിട്ടും. ഇതൊക്കെയാണ് സീനിയയുടെ പ്രത്യേകത. ഇതിൻ്റെ ജന്മദേശം എന്ന് പറയുന്നത് സൗത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, സെൻട്രൽ അമേരിക്ക, അതേപോലെ തന്നെ മെക്സിക്കോ, ഇവിടെയൊക്കെയാണ് ഇതിൻ്റെ ജന്മദേശം. ഫാമിലി ആസ്ട്രേസിയാണ്. ഇത് പലതരത്തിലുണ്ടെന്ന് പറഞ്ഞില്ലേ. ഒന്നാമതായിട്ട് ഉയരം കൂടിയ ഇനം. ഇത് കണ്ടോ, കൂട്ടം കൂട്ടമായി നിൽക്കുന്ന സീനിയകളെ കണ്ടോ, എന്തെല്ലാം കളറാന്ന് നോക്കിക്കേ. ആർക്കാ ഇതിനെ കണ്ടാൽ ഇഷ്ടമാകാത്തത്? ഇത് കണ്ടോ, ഒരു ഓറഞ്ച് കളറ് അങ്ങനെ സന്തോഷിച്ച് നിൽക്കുകയാണേ. ഇതാ നോക്കിക്കേ, എത്ര കളറുകളാണെന്ന്. വെറുതെ അരി വിതറി കുഞ്ഞുങ്ങളുണ്ടായി നല്ലവണ്ണം വളവും ഇട്ട് കൊടുത്താൽ നിറഞ്ഞ് പൂക്കളുണ്ടാകുന്ന ചെടികളാണ് സീനിയകൾ. പല വർണ്ണങ്ങളിലുള്ള വിത്തുകൾ അടങ്ങിയ പാക്കറ്റ് നമുക്ക് വാങ്ങുവാൻ കിട്ടും. ഉയരം കൂടിയ ഇനം ഞാൻ കാണിച്ചു തന്നില്ലായിരുന്നു, പല വർണ്ണത്തിലുള്ള ഉയരം കൂടിയത്. അത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല, അത് തെങ്ങിൻ്റെ ചോട്ടിലുണ്ട്. ഇനി രണ്ടാമത്തെ ഇനം ഹൈബ്രിഡ് ഇനം. അത് നമ്മൾ കണ്ടു. അപ്പം 2 ഇനവും കണ്ടല്ലോ, വലിയ ഇനവും ഹൈബ്രിഡ് ഇനവും. ഇപ്പോൾ അവിടെ വെയിലായതുകൊണ്ടാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ചെടിയെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിന് ഒരു ലെയറല്ല, ഒന്നിലേറെ ലെയറുണ്ട്. ഈ ചെടികൾക്ക്, ഹൈബ്രിഡ് ചെടികൾക്ക് മിക്കവാറും ഒന്നിലേറെ തട്ടായിട്ട് പൂക്കൾ കാണുന്നു. ഇതിപ്പം 3 or 4 ഒക്കെ ലെയറുണ്ട്. നോക്കിക്ക് എന്തൊരു ഭംഗിയാണ് കാണാൻ. എന്താണ് ആ കളറ്, ഈ മഞ്ഞ. അപ്പോൾ എപ്പോഴും ഇത് നടുമ്പോൾ, സീനിയ നടുമ്പോൾ പല കളറുകൾ ഒന്നിച്ച് ചേർത്ത് നടുന്നതാണ് നല്ലത്. ഒരേ കളറ് തന്നെ നടുന്നതിനേക്കാൾ നല്ലതാണ് ഇങ്ങനെ പല കളറുകൾ അടുത്തടുത്ത് വരുമ്പോൾ. തൈകൾ നടുമ്പോൾ നമുക്ക് സാധിക്കുകയില്ല, അപ്പം കുറേ എണ്ണം ഉണ്ടാകും. അപ്പോൾ ഏതായാലും പല വർണ്ണങ്ങൾ നമുക്ക് കിട്ടും. ഇനി ഇതിൻ്റെ കെയറിനെ കുറിച്ച് പറയുമ്പോൾ ഒന്നാമതായിട്ട് സോയിൽ, ഒരു മണൽ അല്പം കൂടി നിൽക്കുന്നത് ഈ ചെടിക്ക് നല്ലതാണ്. ചട്ടിയിൽ നടുകയാണെങ്കിൽ ഒരിക്കലും മണ്ണ് ക്ലോഗ് ചെയ്ത് പോകാൻ അനുവദിക്കരുത്. അപ്പം മണ്ണ് ക്ലോഗ് ചെയ്യാതിരിക്കുന്നതിന് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് മണൽ, അല്പം ചാണകപ്പൊടി അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റ് ഇത് കൊടുക്കുക. തൈച്ചെടി വലുതായി വരുമ്പോഴേക്കും NPK വളങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കൊടുക്കുക. എന്നാൽ പൂവിടുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് 19-19 NPK 19-19-19 കൊടുക്കുന്നത് ധാരാളം പൂക്കൾ ഉണ്ടാകാൻ സഹായിക്കും. ചെടി മണ്ണിലോ ചട്ടിയിലോ നട്ടാലും വളർച്ച അങ്ങ് കയറി വരുന്ന സമയത്ത് എല്ലുപൊടി, ഫോസ്ഫറസും പൊട്ടാസ്യവും കൂടുതൽ കൊടുക്കുന്നത് നല്ലതാണ് ആ സമയത്ത്. അപ്പോൾ എല്ലുപൊടി ഇട്ട് കൊടുക്കുക. അപ്പം ധാരാളം പൂക്കളുണ്ട്.
അപ്പം മണ്ണിൻ്റെ കാര്യം, പോട്ടിംഗ് സോയിലിൻ്റെ കാര്യം കിട്ടിയല്ലോ. നമ്മുടെ ഗ്രൗണ്ടിലാണ് നടുന്നതെങ്കിലും അവിടെയും ഇതേപോലെ തന്നെ ഈ വളക്കൂട്ട് കൊടുക്കുന്നത് നല്ലതാണ്. സൺലൈറ്റ് 6 മുതൽ 8 മണിക്കൂർ വരെ സൺലൈറ്റ് കൊടുത്താൽ അത്ര ഇഷ്ടമുണ്ട് ഈ ചെടിക്ക്. സൺലൈറ്റ് നല്ലവണ്ണം കിട്ടുകയാണെങ്കിൽ ധാരാളം പൂക്കളുണ്ടാകും. വാട്ടറിങ്, നല്ല വെയിലിൽ നിൽക്കുന്ന ചെടി ആയതുകൊണ്ട് തന്നെ ഇതിന് ദിവസവും വെള്ളം കൊടുക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. ചട്ടിയിലാണെങ്കിൽ വെള്ളം കൂടിപ്പോകാതെ നോക്കണം. പിഞ്ചിങ് എന്ന് പറയുമ്പോൾ ചെടി വലുതായി വരുമ്പോൾ പൂ ഉണ്ടാകാൻ അനുവദിക്കാതെ ഇതേപോലെയുള്ള അഗ്രഭാഗങ്ങൾ മുറിച്ചു കൊടുക്കുന്നതാണ് പിഞ്ചിങ്. ഇതിപ്പോൾ മൊട്ട് വന്നു കഴിഞ്ഞു, ഇതിനൊക്കെ മൊട്ട് വന്നു കഴിഞ്ഞു. അങ്ങനെ മൊട്ട് വരുന്നതിന് മുൻപ് തന്നെ നമ്മൾ പിഞ്ചിങ് നടത്തണം. ഇതൊക്കെ വലിയ മൊട്ടായി കഴിഞ്ഞു. അതിനു മുമ്പ് പിഞ്ചിങ് ഇത് നടത്തിയതാണ്, അതുകൊണ്ടാണ് ഇത്രയും ശാഖകൾ വരുന്നത്. എത്ര കണ്ട് പിഞ്ച് ചെയ്യുന്നോ, ഇത് കണ്ടില്ലേ, ഈ ചെടിയെ ഞാനിങ്ങനെ പിഞ്ച് ചെയ്താൽ ഇതാ ഇവിടെ ഒരു മൊട്ട് പോയി എന്നുള്ള സങ്കടം വേണ്ട. ഇതിൽ നിന്ന് 2 ശാഖകൾ വരും, ഈ 2ലും പൂക്കൾ വരും. അപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ ചെടിയെ പിഞ്ച് ചെയ്ത് നല്ല ബുഷിയാക്കി നുള്ളുക എന്ന് പറയലേ, അങ്ങനെ നുള്ളി എടുത്ത് ബുഷിയാക്കി നിർത്തിയാൽ ധാരാളം പൂക്കൾ കിട്ടും. അതേപോലെ തന്നെ മറ്റൊന്നാണ് ഡെഡ് ഹെഡിങ്. ഉണങ്ങി വരുന്ന പൂക്കളെ ചെടിയിൽ നിർത്താതെ കട്ട് ചെയ്ത് മാറ്റാം. വലിയ ചെടികൾ നമ്മൾ വിത്തുകൾ വാരി വിതറി അങ്ങോട്ടുണ്ടാകുമ്പോൾ കുറേ കൂടി നിൽക്കും, അപ്പോൾ വായു സഞ്ചാരം കുറയും. അങ്ങനെ വരികയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ നിന്ന് കുറച്ച് ചെടികളെ പറിച്ച് നമ്മൾ ഒഴിവാക്കണം. വായു സഞ്ചാരം ധാരാളം ഉണ്ടെങ്കിൽ ധാരാളം ശാഖകളും ധാരാളം പൂക്കളും കിട്ടും. അപ്പോൾ അതിലൊന്നും ഒരു മടിയും കാണിക്കേണ്ട കാര്യമില്ല. ഒരു കൂട്ടം ചെടികൾ കൂട്ടം കൂടി ഒട്ടി നിന്നാൽ പൂക്കൾ കുറയും. ഇനി വെളിച്ചം വേണം എന്ന് പറഞ്ഞാൽ അത്ര കൊടുക്കാൻ നിങ്ങൾക്ക് സാഹചര്യമില്ല. അപ്പം തെങ്ങിൻ്റെ ചുവട്ടിലാണ് നമ്മൾ നടുന്നത്, നമുക്ക് അത്രേ സൗകര്യമുള്ളൂ. അപ്പോൾ അല്പം പൂ കുറയുന്നു മാത്രമേ ഉള്ളൂ, പൂക്കളുണ്ടാകും. ധൈര്യമായിട്ട് നിങ്ങൾക്ക് വിതറാം. ഇപ്പം ഞാൻ ആ വലിയ ചെടികളെയൊക്കെ നട്ടിരിക്കുന്നത് തെങ്ങിൻ്റെ ചുവട്ടിലാണ്. അത്യാവശ്യം വെയിൽ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ധാരാളം പൂക്കളും അതിലുണ്ടായി. അപ്പോൾ സീനിയ നിങ്ങൾക്ക് വളർത്താൻ പറ്റില്ല എന്നൊന്നും നിങ്ങൾ കരുതണ്ട. നല്ല വെയിലുണ്ടെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ പൂക്കളുണ്ടാകും എന്ന് മാത്രം. സീനിയയുടെ പ്രൊപ്പഗേഷനാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. സീനിയ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് വിത്തുകൾ ഉപയോഗിച്ചാണ്. വിത്തുകൾ നമുക്ക് നമ്മുടെ ചെടിയിൽ നിന്ന് തന്നെ എടുക്കാം, അല്ലെങ്കിൽ നഴ്സറികളിൽ നിന്ന് അത് വാങ്ങാൻ കിട്ടും. 2 തരത്തിലുള്ള വിത്തുകളും കിട്ടും. ഹൈബ്രിഡ് ഇനങ്ങൾ നമ്മൾ കണ്ടില്ലേ, ചെടി ചെറിയ ഇനങ്ങൾ. അപ്പം ഹൈബ്രിഡ് ഇനങ്ങൾ വേണമെങ്കിൽ അങ്ങനെ വാങ്ങാം. അതല്ല, ഉയരം കൂടിയ ഇനം കണ്ടില്ലേ, ആ ഉയരം കൂടിയ ഇനങ്ങളുടെ വേണമെങ്കിൽ അങ്ങനെ കിട്ടും. നമ്മുടെ തന്നെ വിത്തുകൾ, വലിയ ചെടിയുടെ വിത്തുകൾ നമ്മൾ തന്നെ ശേഖരിച്ച് വെച്ച് നടുന്നത് നല്ലതാണ്. കാരണം ഏത് ചെടിയാണോ നടുന്നത് ആ ചെടിയുടെ തന്നെ തൈച്ചെടികൾ കിട്ടുകയും പൂക്കൾ കിട്ടുകയും ചെയ്യും. ഈ ഹൈബ്രിഡ് ഇനങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവർ നമ്മൾ ഉദ്ദേശിക്കുന്ന ചെടിയായിരിക്കില്ല ചിലപ്പം ഹൈബ്രിഡ് ഇനങ്ങളിൽ ഉണ്ടാകുന്നത്. എങ്കിലും ആ ചെറിയ ചെടികളെ കാണാൻ പ്രത്യേകമായ ഒരു സൗന്ദര്യമില്ലേ, ബോർഡർ പ്ലാന്റ് ആയിട്ട് നടാനും ഒക്കെ നല്ലതാണ്. അതുപോലെ കൂട്ടമായിട്ട് ബാക്ക് ഗാർഡനിൽ നടാനോ അല്ലെങ്കിൽ ഒരു വിസ്തൃതമായ ഏരിയയിൽ നടാനൊക്കെ വലിയ ഇനം ചെടികളും നമുക്ക് നല്ലതാണ്. ഗാർഡനെ വളരെ പെട്ടെന്ന് വൈബ്രൻ്റ് ആക്കുന്ന ധാരാളം കളറുകളുള്ള ഒരു കൂട്ടം ചെടികളല്ലേ സീനിയകൾ. ഈ വിത്ത് ഇതൊരു 2 ഗ്രാം വിത്താണ്. ഇത് റീജിയണൽ അഗ്രികൾച്ചറൽ റിസർച്ച് സ്റ്റേഷൻ അമ്പലവയൽ, വയനാട്ടിലുള്ളതാണ്. അമ്പലവയൽ എന്ന് പറയുന്ന സ്ഥലം, അവിടെ നിന്ന് വാങ്ങിയതാണ്. ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമാണ്.
2 ഗ്രാം വിത്താണിത്. ഇത് കണ്ടില്ലേ? അപ്പോൾ ഇതിൻ്റെ അകത്ത് പല നിറത്തിലുള്ള ചെടികളുടെ വിത്ത്, അതായത് സീനിയയിൽ തന്നെ പല കളറുള്ള ചെടികളുടെ വിത്തുകൾ നമുക്ക് കിട്ടും. ഇനി നമുക്കിതിനെ മണ്ണിലേക്ക് അല്ലെങ്കിൽ ചകിരിപ്പൊടിയിലേക്ക് അല്ലെങ്കിൽ മണലിലേക്ക് പാകി മുളപ്പിക്കുകയാണ് വേണ്ടത്. ഇനി നമുക്ക് ഈ വിത്തുകളെ പാകാം. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ മണ്ണിര കമ്പോസ്റ്റ്, നിങ്ങൾക്ക് മണ്ണിര കമ്പോസ്റ്റ് ഇല്ലെങ്കിൽ ചാണകപ്പൊടി ചേർക്കാം. അധികം വേണ്ട കേട്ടോ, ഒരല്പം, അത്രയും മാത്രം മതി മുളച്ചു വരാനായിട്ട്. എന്നിട്ട് മെല്ലെ ഒന്ന് നനച്ചു കൊടുക്കുക. നനച്ചതിന് ശേഷം ഇതേപോലെ ചാല് പോലെ എടുക്കുക. കണ്ടില്ലേ? ഇതേപോലെ എടുത്ത ശേഷം ഈ വിത്തുകൾ അല്പാൽപമായിട്ട് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇതിൻ്റെ ട്രേ വാങ്ങാൻ കിട്ടുമല്ലോ, അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് വേണമെങ്കിലും പാകി കൊടുക്കാം. അല്ലെങ്കിൽ മുട്ട വാങ്ങിയിട്ട് അതിൻ്റെ ഒന്നിച്ച് മുട്ട വാങ്ങുമ്പോൾ അതിൻ്റെ കവറില്ലേ, അതിൻ്റെ അകത്ത് വേണമെങ്കിലും പാകാം. ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് മെല്ലെ ഒന്നങ്ങ് മൂടിക്കൊടുക്കുക. അധികം ആഴത്തിൽ പോകരുത് കേട്ടോ. ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും ഇത് മെല്ലെ മുളച്ചു തുടങ്ങും. ഇങ്ങനെ പാകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മണൽ കൂടി ഒന്ന് വിതറിക്കൊടുക്കുക. കണ്ടില്ലേ? അതിന് ശേഷം നന്നായിട്ട് നനച്ചു കൊടുക്കുക. ഒരു 1.5 ആഴ്ചയൊക്കെ ആകുമ്പോഴേക്കും മെല്ലെ കിളിർത്ത് മുകളിലേക്ക് വരും. തൈച്ചെടി കുറച്ചൊന്നായി കഴിയുമ്പോഴേക്കും നമുക്ക് ലിക്വിഡായിട്ടുള്ള അല്പം ലിക്വിഡ് വളങ്ങൾ വളരെ ഡൈല്യൂട്ടായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോഴേക്കും ചെടി ഇച്ചിരിയും കൂടെ നല്ലവണ്ണം ആയി വരും. അതിനുശേഷം നമുക്ക് പറിച്ച് മാറ്റി നടാം. അതിൻ്റെ വീഡിയോ വേറെ ഇടുന്നതായിരിക്കും. ഈ പ്രൊപ്പഗേഷൻ രീതിയും അതേപോലെ ഇന്നത്തെ വലിയ ചെടിയും ഹൈബ്രിഡ് ചെടിയും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതട്ടെ. ഇതിഷ്ടമായെങ്കിൽ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇതിനെക്കുറിച്ചുള്ള ഒരു കമൻറ്റ് ഇടുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.